എന്തായാലും പരീക്ഷയുടെ റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ. എക്സാമിന്റെ റിസൾട്ട് വന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പണിപ്പോളിയല്ലോ, നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വന്നോ? I am trapped. വന്നല്ലോ. അയ്യോ, ഉണക്കാനിട്ട തുണി ഒന്നും എടുത്തില്ല കേട്ടോ. എവിടെ പോണു? തൊണ്ട വെള്ളം വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ അവിടെ നിക്കേ, അങ്ങനെ അങ്ങ് പോയാലോ? അങ്ങനെ അങ്ങ് പോയാലോ? അത് തന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞത്. നീ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത് പറഞ്ഞൂടെ? അഭിഷേകേ, ആ റിസൾട്ട് ഒന്ന് വായിച്ചേ. എന്താ ഉറക്കം വരുന്നു. അതേ, പരീക്ഷ എഴുതുമ്പോ ആലോചിക്കണം, ഇതുപോലെ റിസൾട്ടും വരുമെന്ന് കേട്ടോ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ആ, ഞാൻ വായിക്കാൻ പോവുകയാണ്. ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. പോകുന്നു. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു. ആദ്യം ജയിച്ച സബ്ജക്ട് പറയാം. അക്കൗണ്ടൻസി ജയിച്ചു, A+ ഉണ്ട്. ഇതെന്ത് മറിമായും? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അടുത്തിരുന്നയാളിന്റെ നോക്കി എഴുതിയൊക്കെ ആയിരിക്കും. അതിന്റെ പേരാ ജലസി, അസൂയ. അടുത്തത് വായിക്കാൻ പോകുന്നു. മാത്തമാറ്റിക്സ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം. പൂജ്യമായിരിക്കും. എന്നെ ആക്കിയതാ. മാത്തമാറ്റിക്സ്. മുത്തശ്ശിക്ക് വട്ട പൂജ്യം, എന്റെ ഏട്ടത്തിക്ക് A+. തീർന്നിട്ടില്ല. ഇത് തീർന്നില്ലേ? ഇംഗ്ലീഷ് A+, മലയാളത്തിന് A+. വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കാണാവേ. അങ്ങനെ എല്ലാ വിഷയത്തിലും A+. നീ സത്യമാണോ ഈ പറയുന്നത്? അതെ, സത്യം. നേരാന്നോടാ നീ പറഞ്ഞത്? നേരാ കൊച്ചമ്മേ. അയ്യോ, എനിക്കൊന്ന് ഇരിക്കണം. എന്റെ ശരീരമൊക്കെ തളർന്നു പോകുന്നു. ഊർമിളേ, ഇന്ന് തന്നെ ക്ഷേത്രത്തിൽ പോയി പൂജ നടത്തണം. ഹോമം വേണം. വേണമെങ്കിൽ വേണം. ഈയാണ് ഒരു ഒടുക്കത്തെ പൂജ. ഇനി എന്ത് പഠിക്കാനാ പോകുന്നേ? അമൃത പഠിച്ച IAS ഈസി ആയിട്ട് എഴുതിയെടുക്കാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അതൊക്കെ അവര് രണ്ടാളും കൂടി തീരുമാനിക്കട്ടെ. പക്ഷെ ഉയിര് പോയാലും ഞാൻ വിചാരിക്കില്ലടാ.